Hello guys, this is me Gautam and you guys are watching my YouTube channel Dream Rover. ഞാനിപ്പോൾ ഉള്ളത് സ്കോട്ട്ലാൻഡിൽ കിർക്ക്വാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്കോട്ട്നി ഐലൻഡ് എന്ന് പറഞ്ഞ് സ്കോട്ട്ലാൻഡിലുള്ള ഒരു ഐലൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ മുഴുവൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ചർച്ച് ഉണ്ട്, നല്ല ഭംഗിയുള്ള ചർച്ച്. ആ ചർച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു ഡിഫറെൻറ്റ് തരം ആർക്കിടെക്ചർ തന്നെ കേട്ടോ. നമ്മളിപ്പോൾ ഫ്രാൻസിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ ബിൽഡിങ് മാതിരിയല്ല, വല്ലാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചർ തന്നെയാണ് ഇവിടെ ഞാൻ കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള സ്ട്രീറ്റ്സിന് മൊത്തമായിട്ട് ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെ കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ കാണുമ്പോൾ ആ രാജ്യത്തിൻ്റെ കഥകളായിരിക്കും ഓരോ സ്ട്രീറ്റിനും പറയാനുണ്ടാവുക. അപ്പം അതിലെ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം, നല്ല ഭംഗിയാണ് കാണാൻ. ഞാനൊരു കാറ് കണ്ടേ, എനിക്ക് കാറിനെ പറ്റിയിട്ട് അധികം അറിയില്ല, പക്ഷേ ഈ ഒരു കാറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ആ കാർ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്ലാസിക് സാധനം, കണ്ടാലറിയാം നല്ല പഴക്കമുണ്ടെന്ന്. ഗൈസ് ഇത് കേട്ടോ, ഇത് ഓർക്നി മ്യൂസിയം ആണ്. അപ്പോൾ അത് കൂടാതെ അതൊരു ഗിഫ്റ്റ് ഷോപ്പും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥലത്തുള്ള മ്യൂസിയത്തിൽ എൻട്രി ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പം അതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫ്രീ എക്സിബിഷനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏതൊരു കോമിക് ബുക്കിൻ്റെ ഒരു മ്യൂസിയം ഒരു എക്സിബിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രോൺസ് ഏജ്, പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് എന്തിനാന്ന് വെച്ചാൽ ചിലവർക്ക് വീൽ ചെയർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തത് കൊണ്ട് അവർ കയറി ഇരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ മേലേക്ക് കയറിക്കോളും. അത് ഇവിടെ വീൽ ചെയർ ആക്സസ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്. ഇതൊക്കെ പഴയ കാലത്തെ ആർട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഇവിടെയുള്ള വൈക്കിങ്സിൻ്റെ ഒക്കെ ഹിസ്റ്ററി പറയുന്ന കേട്ടോ. ഒരു തരം പ്രത്യേക തരം ഡ്രസ്സ്, എത്ര ഡൈവേഴ്സാണല്ലേ. നമ്മുടെ നാട്ടിലത്തെ കൾച്ചറുമായിട്ട് ഒരു ബന്ധമില്ല, വളരെ ഡിഫറെൻ്റ് തന്നെയാണ് ഇവിടുത്തെ. മീൻസ് ഇവരുടെ ഹിസ്റ്ററി. ഈ ഡ്രസ്സൊക്കെ നോക്കി ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. Does anyone know where the exit is? Where's the exit? No, that's fire exit. I don't know which. I expect whichever way you go. Okay. അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്ര ഹിസ്റ്ററിയൊക്കെ വലിയ താല്പര്യമുള്ള സംഭവമല്ല. എന്നാലും ഈ ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള ചെറിയൊരു മ്യൂസിയം കണ്ടപ്പോൾ അത്യാവശ്യം ഹിസ്റ്ററി അറിയാൻ പറ്റിയ മാതിരിയുണ്ട് അല്ലേ. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ നോക്ക്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാലറിയാം, അതിൽ ഫ്രാൻസിൽ കണ്ട ആ ഒരു ആർക്കിടെക്ചറേ അല്ല ഇവിടെ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു കോർണറൊക്കെ നോക്ക്. എന്നാലേ ഗൈസ് ഇവിടെ ഇങ്ങനെ ഒരുപാട് ചാരിറ്റി ഷോപ്പ് ഉണ്ട്. അതായത് വില കുറവായിരിക്കും, 1 പൗണ്ടിനൊക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മളതിൽ കയറിയിട്ട് അത് ഡിസേർവ് ചെയ്തവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരുപാട് ചാരിറ്റി ഷോപ്പ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും കാണിച്ചിട്ടുണ്ടേ. ഞങ്ങളങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഫുഡ് ട്രക്ക് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചെറിയൊരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അത്യാവശ്യം നല്ല സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നല്ല ഫുഡും കഴിച്ചൊരു ബർഗറും അടിച്ചു പൊളി ബർഗറും കഴിച്ച് എന്ത് പറ്റിയാന്ന് അറിഞ്ഞൂടാ. അവസാനത്തെ വീഡിയോ എടുത്തപ്പോൾ ഓഡിയോ കിട്ടുന്നില്ല. എന്നാലും എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.